ഡിറ്റർമിനൻ്റ് എന്ന ചാപ്റ്ററിൽ നോൺ സിംഗുലാർ മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും എങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ സിംഗുലാർ മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ എന്താണ്, 0 ആണോ അല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ സിംഗുലർ അതുപോലെ നോൺ സിംഗുലർ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈസ് നോൺ ആസ് സിംഗുലർ ആൻഡ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി നോൺ സിംഗുലർ ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് റിസൾട്ട് ഉണ്ട് ഇവിടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിസൾട്ട് ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ then AB and BA are also non singular matrices of same order. അപ്പോൾ എയും ബിയും നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ആണെങ്കിൽ എ ബിയും ബി എയും നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ആയിരിക്കും. നിങ്ങൾക്ക് രണ്ട് സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ട് എന്താ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് എടുത്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അപ്പോൾ ഈ റിസൾട്ട് ട്രൂ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത്, ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ then determinant of adjoint of A is equal to determinant of A raised to n minus 1. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n മൈനസ് 1. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു 3x3 മെട്രിക്സ് എടുത്തിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് എടുത്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അല്ലേ, അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന റിസൾട്ട്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 0 0 ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 0 0 ഡിറ്റർമിനൻ്റ് ഓഫ് എ. രണ്ട് സൈഡിലും ഞാൻ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വരിക, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 0 0 ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 0 0 ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇതിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഡയഗണൽ എലമെൻസിൻ്റെ താഴെ കംപ്ലീറ്റ് എലമെൻറ്റ്സ് 0 ആവുക, അല്ല മുകളിൽ കംപ്ലീറ്റ് എലമെൻറ്റ്സ് 0 ആയി കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഈസ് സെയിം ആസ് പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ്. സോ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ്. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കുക, ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ലെഫ്റ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്യാം, അതുപോലെ ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈറ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരിക ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, റിസൾട്ട് ഓർത്ത് വെക്കുക. അടുത്തത്, നമ്മൾ ഇൻവേഴ്സ് നോൺ സിംഗുലർ മെട്രിക്സിൻ്റെ കേസിൽ ഇൻവേഴ്സ് എങ്ങനെ കാണാമെന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് എ ഇൻവേഴ്സിൻ്റെ സിമ്പിളാണിത്, എ റേസ് ടു -1. ഇക്വേഷൻ വരിക അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി എന്താണ് ഇൻവേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടുകയാണെങ്കിൽ ബി ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു റിസൾട്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. ഇനി ഇഫ് എ ഈസ് നോൺ സിംഗുലർ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0, നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ
വരിക എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതുപോലെ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു ഇതിന്. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു adjoint of a by determinant of a into a which is equal to ഇവിടെ determinant of a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ. അപ്പോൾ ഇതേത് ഫോമിലെത്തി നമ്മളിപ്പം എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. ഇങ്ങനെ വരികയാണെങ്കിൽ ബി ഈസ് നോൺ ആസ് എ ഇൻവേഴ്സ് ഓഫ് എ ആണ്. അപ്പോൾ ബിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ എന്താണുള്ളത്? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ ഇതാണ് ആരുടെ ഇൻവേഴ്സ്? എയുടെ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ്. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ മെട്രിക്സിനെ ഞാൻ എ ആയിട്ടെടുത്തു. ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താ വരുന്നത് നോക്കാം. 2 × 3 6 മൈനസ് 8 വരും അല്ലേ. അപ്പോൾ 2 × 3 -4 × -2 അതാണ് വരുന്നത്. അപ്പോൾ 6 മൈനസ് 8 6 + 8 ദാറ്റ് ഈസ് 14 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നോൺ സിംഗുലർ ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെയായിരുന്നു കാണാൻ? 2/2 മെട്രിക്സിൻ്റെ കേസിൽ ഇൻ്റർചേഞ്ച് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ചേഞ്ച് ദ സൈൻ ഓഫ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ ദ ആൻസർ ഈസ് ദിസ്. അടുത്തത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 3/3 മെട്രിക്സിൻ്റെ കേസിലാണ്. കൂടാതെ നമുക്ക് ഇതും കൂടെ അങ്ങ് വെരിഫൈ ചെയ്യണം. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. അപ്പോൾ ആദ്യം കാണേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ 1 × 0 - 0 -1 × 9 -2 + 2 × 0 - 0. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 0 ആവും. മിഡിൽ ടേം -1 ഇത് +1 ആവും. 9 + 2 11 ആവും. 1 × 11 ദാറ്റ് ഈസ് 11 നോട്ട് ഈക്വൽ ടു 0 ആണ്. നോൺ സിംഗുലർ ആണ്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ കോഫാക്ടർ മെട്രിക്സ് കാണുക. ഇതുപോലെ 4 തവണ എഴുതുക. ബോർഡറിലിരുന്ന എല്ലാ എലമെൻറ്റ്സും ക്യാൻസൽ ചെയ്യുക. ഇനി കോഫാക്ടേഴ്സ് കാണാം. അപ്പോൾ ഇവിടെ വരിക 0 - 0 ഫസ്റ്റ് എലമെൻറ്റ് 0. അടുത്തത് -2 × 1 -2 - 9 ദാറ്റ് ഈസ് -11. 0 - 0 ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് 0 - -3 ദാറ്റ് ഈസ് 3. 3 - 2 ദാറ്റ് ഈസ് 1. -1 - 0 that is -1. 2 - 0 2. 6 - -2 that is 8. 0 - -3 that is 3. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് എഴുതാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ദാറ്റ് ഈസ് 1/11 ഇൻറ്റു ഈ മെട്രിക്സ് ഡിവൈഡഡ് ബൈ 11 ആണ്. അതിന് ഞാൻ 1/11 ഇൻറ്റു ട്രാൻസ്പോസ് വേണം അല്ലേ. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ഈ 0 3 2 എന്നുള്ള ഫസ്റ്റ് കോളം എന്താവും? ഫസ്റ്റ് റോ. സെക്കൻഡ് കോളം സെക്കൻഡ് റോ. തേർഡ് കോളം തേർഡ് റോ. അപ്പോൾ ഇതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, അടുത്തത് റിസൾട്ട് വെരിഫൈ ചെയ്യാനുണ്ട് നമുക്കിവിടെ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. അപ്പം നമുക്കത് നോക്കാം. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0 ഇവിടെ -1 × -11 ദാറ്റ് ഈസ് 11. എഗെയിൻ 0 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആൻസർ 11. നെക്സ്റ്റ് വൺ വരിക 3 + -1 + -2 വരും. അപ്പോൾ 3 + -3 വരും. സോ ദ ആൻസർ ഈസ് 0. നെക്സ്റ്റ് വരിക 2 + -8 + 6 വരും. ദാറ്റ് ഈസ് 2 + 6 8 - 8 0. നെക്സ്റ്റ് എലമെൻറ്റ് വരിക 3 × 0 + 0 × -11 അതും 0. ദെൻ -2 × 0 ഒക്കെ 0 വരും. നെക്സ്റ്റ് 3 × 3 9 + 0 + 2 ദാറ്റ് ഈസ് 11. നെക്സ്റ്റ് വരിക 3 × 2 6 + 0
plus minus 6, so 6 minus 6, that is 0. Third row elements വരിക, third row into first column, third row into second column, third row into third column, അങ്ങനെയാണ്. 1 into 0, 0, plus 0 into minus 11, again 0, plus 0. അപ്പോൾ 0 വരും. നെക്സ്റ്റ് വരിക 3 plus 0 plus minus 3, again 0. ലാസ്റ്റ് വരിക 2 plus 0 plus 9, that is 11. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 11 എല്ലാ എലമെൻസിലും കോമൺ ആണ്. 11 ഔട്ട്സൈഡിൽ എടുക്കാം. സോ 11 ഇൻറ്റു I3, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. 11 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു I3 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ആണ്. ഇതുപോലെ മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് എന്താണ്? 11 0 0 ഈ രീതിയിൽ കിട്ടും. സോ 11 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടും. 11 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു I3 എന്ന് കിട്ടും. ഓക്കെ, അടുത്തതും വെരിഫൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. എയും ബിയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ, ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആദ്യം തന്നെ കണ്ടുവെക്കണം. നോൺ സിംഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 15 minus 14, that is 1, not equal to 0 ആണ്, നോൺ സിംഗുലർ. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 2 minus 12, that is minus 10, not equal to 0, so നോൺ സിംഗുലർ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എ ബി ഹോൾ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എന്തൊക്കെ അറിയണം? ഡിറ്റർമിനൻ്റ് ഓഫ് എ ബിയും കാണണം, അഡ്ജോയിൻ്റ് ഓഫ് എ ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി കാണണമെങ്കിൽ മെട്രിക്സ് എ ബി കാണണം. വേറെ വിധത്തിലും കാണാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി സെയിം ആസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. എന്തായാലും നമുക്ക് അഡ്ജോയിൻ്റ് കാണേണ്ടതുകൊണ്ട് എ ബി ആവശ്യമാണ്. സോ എ ബി കാണാം, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 plus 21, അടുത്തത് വരിക 3 into 4 12 plus 14. നെക്സ്റ്റ് 2 into 1 plus 5 into 3, അതായത് 2 plus 15. നെക്സ്റ്റ് വരിക 2 into 4 plus 5 into 2, ദാറ്റ് ഈസ് 8 plus 10. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോഴത്തേക്കും 24 into 18 minus 17 into 26, നമുക്ക് മൈനസ് 10 കിട്ടും, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, ഇനി കാണേണ്ടത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് ബി ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് ബി ഇൻവേഴ്സ് എങ്ങനെ നോക്കാം? ബി ഇൻവേഴ്സ് കാണാൻ അറിയാമല്ലോ. അഡ്ജോയിൻ്റ് ഓഫ് ബി ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. അഡ്ജോയിൻ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുക. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 10. അതുപോലെ എ ഇൻവേഴ്സ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ 1 by minus 10 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വരും അല്ലേ. 2 into 5 10 plus minus 4 into minus 2, that is 8. നെക്സ്റ്റ് വരിക 2 into minus 7 plus minus 4 into 3, that is minus 12. minus 3 into 5 plus 1 into minus 2. നെക്സ്റ്റ് minus 3 into minus 7, that is 21 plus 1 into 3, that is 3. ഇപ്പോൾ 1ഉം 2ഉം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 minus 1 2, show that a square minus 5a plus 7i is equal to null matrix. Hence find a inverse. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ഫൈൻഡ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ. സോ 3 into 3 9 plus 1 into minus 1 minus 1. നെക്സ്റ്റ് വരിക 3 into 1 plus 1 into 2, that is 3 plus 2. നെക്സ്റ്റ് minus 1 into 3 plus 2 into minus 1 minus 3 plus minus 2 minus 5. Then next minus 1 into 1, that is minus 1 plus 2 into 2, that is 4. So minus 1 plus 4 3. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ,
എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i അതാണ് നമുക്ക് കാണേണ്ടത്. അതെടുക്കാൻ നമുക്ക് എ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ദെൻ മൈനസ് 5 ഇൻറ്റു മെട്രിക്സ് എ പ്ലസ് 7 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്, ദാറ്റ് ഈസ് 8 5 മൈനസ് 5 3 മൈനസ് 5 ഇൻറ്റു ദിസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിലുള്ള എല്ലാ എലമെൻസിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 15 5 ഇൻറ്റു 1 5, ദെൻ മൈനസ് 5, ദെൻ 10 പ്ലസ് 7 കൊണ്ട് ഇവിടെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് 7 0 0 7. അപ്പോൾ ഫസ്റ്റ് 2 മെട്രിക്സിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരിക മെട്രിക്സ് -7 0 പ്ലസ് 0 -7 പ്ലസ് മെട്രിക്സ് 7 0 0 7 ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നൾ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് കാണുകയാണ് വേണ്ടത് യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പം രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ദിസ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു നൾ മെട്രിക്സ് എന്ന് കിട്ടും. അപ്പോൾ എ ഇൻവേഴ്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു 5a പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു 7i ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു നൾ മെട്രിക്സ് കൊണ്ട് നൾ മെട്രിക്സ് തന്നെ കിട്ടും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഇൻറ്റു എ ആണ്. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനെ ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എ ഇൻവേഴ്സ് ഇൻറ്റു എ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതാണ്. മൈനസ് 5 കോൺസ്റ്റൻ്റ് ആണ്. സോ 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഈക്വൽ ടു നൾ മെട്രിക്സ്. അപ്പോൾ ഇവിടെ വരിക എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐ ഇൻറ്റു എ മൈനസ് വീണ്ടും മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു നൾ മെട്രിക്സ്. നമുക്ക് വേണ്ടത് ഏതാണ്? എ ഇൻവേഴ്സ് കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ മൈനസ് 5i പ്ലസ് 7 എ ഇൻവേഴ്സ് ഈക്വൽ ടു നൾ മെട്രിക്സ്. ഇനി 7 എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ മൈനസ് 5i റൈറ്റിലേക്ക് പോകുമ്പോൾ 5i മൈനസ് എ വരും. സോ 7 എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഐ മൈനസ് എ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കിട്ടും. സോ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു ദിസ് മെട്രിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ.